പ്രൈസ് ദി ലോർഡ്. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വളരെ അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയം. യോഹന്നാൻ എഴുതിയ സുവിശേഷം എന്ന സബ്ജക്റ്റുമായിട്ട് ഈ ആഴ്ചയിൽ വീണ്ടും നമുക്ക് ചേർന്ന് വരുവാൻ സ്വർഗത്തിലെ ദൈവം ഒരുക്കിയ നല്ല മുഖാന്തരങ്ങളെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയും. പ്രത്യേകാൽ റോസ് ഫാമിലി ഫേസ്ബുക്ക് പേജിനെ ഓർക്കുന്നു. ഇതിൻ്റെ അഡ്മിനായിരിക്കുന്ന റോസ് ഫാമിലിയെയും മറ്റ് അഡ്മിനായിരിക്കുന്ന എല്ലാവരെയും ഓർത്ത് ദൈവത്തിന് നന്ദി പറയും. നമ്മൾ യോഹന്നാൻ്റെ സുവിശേഷത്തിൻ്റെ 15ാമത്തിലെ ക്ലാസ്സിലേക്കാണ് കടന്നു വന്നിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സുകളിൽ നാം ചിന്തിക്കുകയും പഠിക്കുകയും ചെയ്തത് 2ാം അധ്യായത്തിൽ നിന്നും കാനാവിലെ കല്യാണ ഭവനത്തെക്കുറിച്ചാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നാം ചിന്തിച്ചത്. അതിനുശേഷം 2ാമത്തെ ക്ലാസ്സിൽ നാം പെസഹ എന്ന വിഷയത്തെക്കുറിച്ചാണ് ചിന്തിച്ചത്. ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്കും പഠനത്തിനും ആധാരമായിരിക്കുന്നത് 2ാം അധ്യായത്തിൻ്റെ 13 മുതലുള്ള ചില വേദഭാഗങ്ങളാണ്. ഞാൻ അതൊന്ന് വേഗത്തിൽ വായിക്കാം. യഹൂദന്മാരുടെ പെസഹ സമീപമാകിക്കൊണ്ട് യേശു യെരുശലേമിലേക്ക് പോയി ദൈവാലയത്തിൽ കാള, ആട്, പ്രാവ് എന്നിവ വിൽക്കുന്നവരെയും അവിടെ ഇരിക്കുന്ന പൊൻപാണിവക്കാരെയും കണ്ടിട്ട് കയറുകൊണ്ട് ഒരു ചമ്മട്ടി ഉണ്ടാക്കി ആടുമാടുകളോടുകൂടെ എല്ലാവരെയും ആലയത്തിൽ നിന്നും പുറത്താക്കി. പൊൻപാണിവക്കാരുടെ നാണ്യം തൂകിക്കളഞ്ഞു, മേശകളെ മറിച്ചിട്ടു. പ്രാവുകളെ വിൽക്കുന്നവരോട്, ഇത് ഇവിടെ നിന്നും കൊണ്ടുപോകുവാൻ എൻ്റെ പിതാവിൻ്റെ ആലയത്തെ വാണിഭശാലയാക്കരുത് എന്ന് പറഞ്ഞു. അപ്പോൾ അവൻ്റെ ശിഷ്യന്മാർ, നിന്റെ ആലയത്തെക്കുറിച്ചുള്ള എരിവ് എന്നെ തിന്നുകളയുന്നു എന്ന് എഴുതിയിരിക്കുന്നത് ഓർത്തു. എന്നാൽ യഹൂദന്മാർ അവനോട്, നിനക്ക് ഇങ്ങനെ ചെയ്യാമെന്നതിന് നീ എന്ത് അടയാളം തരും എന്ന് ചോദിച്ചു. യേശു അവരോട്, ഈ മന്ദിരം പൊളിപ്പിൻ, ഞാൻ 3 ദിവസത്തിനകം അതിനെ പണിയുമെന്ന് ഉത്തരം പറഞ്ഞു. യഹൂദന്മാർ അവനോട്, ഈ മന്ദിരം 46 സംവത്സരം കൊണ്ട് പണിതിരിക്കുന്നു, നീ 3 ദിവസത്തിനകം ഇതിനെ പണിയുമോ എന്ന് ചോദിച്ചു. അവനോ തൻ്റെ ശരീരം എന്ന മന്ദിരത്തെക്കുറിച്ച് അത്രേ പറഞ്ഞത്. പ്രൈസ് ദി ലോർഡ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു വേദഭാഗമാണ്. ഇവിടെ നാം പ്രത്യേകം മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, മറ്റുള്ള 3 സുവിശേഷങ്ങളിലും കർത്താവിൻ്റെ ആലയ ശുദ്ധീകരണത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് അവസാന വേദഭാഗങ്ങളോടൊത്താണ്. എന്നാൽ യോഹന്നാൻ മാത്രം കർത്താവ് തൻ്റെ ആലയത്തിൻ്റെ ശുദ്ധീകരണത്തെക്കുറിച്ച് 2ാമത്തെ അധ്യായത്തിൽ തന്നെ പറഞ്ഞിരിക്കുകയാണ്. അപ്പം അതുകൊണ്ട് തന്നെ നാം മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യമാണ്, എന്താണ് കർത്താവ് ഇത്രമാത്രം ആ ആലയത്തെക്കുറിച്ച് അവന് എരിവ് എന്തുകൊണ്ടാണ്? നമുക്കറിയാം, ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ചിടത്തോളം ഈ ഭൂമിയിൽ അവന് ദൈവം നൽകപ്പെട്ടിരിക്കുന്ന സഭ എത്രത്തോളം പ്രാധാന്യമുള്ളതെന്ന് നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇവിടെ കർത്താവ് പ്രത്യേക ആലയ ശുദ്ധീകരണം എന്ന് പറയുന്നത് അത് ഒരു വ്യാപാര സ്ഥാപനമാക്കി കളഞ്ഞു. യഹൂദന്മാരുടെ കാഴ്ചപ്പാടെല്ലാം മാറി. അവര് ദൈവത്തിന്റെ ആലയത്തെ ഒരു വാണിഭശാലയാക്കി കളഞ്ഞു. അപ്പൊ അതാണ് കർത്താവിനെ ഇത്രമാത്രം ചൊടിപ്പിക്കുവാൻ ഇടയായി തീർന്നത്. ന്യായപ്രമാണത്തിൽ നിന്നെല്ലാം ആലയം വ്യതിചലിച്ചു. പുരോഹിതന്മാർ വ്യതിചലിച്ചു. അവരെല്ലാം എന്താണ്, ആലയം വേറെ, അവരുടെ വിശ്വാസം വേറെ എന്ന രീതിയിലായി. അപ്പൊ ഇതെല്ലാം കണ്ടു കഴിഞ്ഞപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. കാള, ആട്, പ്രാവ്, പിന്നെ പൊന്മാണിപം. അപ്പൊ ഇതെല്ലാം അവരെന്താണ്, ഒരു വാണിഭശാലയാക്കി കളഞ്ഞു ദൈവത്തിന്റെ ആലയം. ഇത്രമാത്രം മനോഹരമായി ദൈവം ശലോമോനെ കൊണ്ട് പണിയിപ്പിച്ചത് ആലയം, അത് പിന്നീട് സെരുബാബേലും ഹേരോദാവും എല്ലാം പുതുക്കി പണിത ദൈവത്തിന്റെ കർത്താവായ യേശു ക്രിസ്തു ഇറങ്ങി വരുന്നിടമായ യെരുശലേമിൽ യെബൂസരിൽ നിന്നും ദാവീദ് യുദ്ധം ചെയ്ത് കീഴടക്കി
ദാവീദ് യെരൂശലേമിലേക്ക് തന്റെ തലസ്ഥാനമാക്കി. എന്താ കാരണം? കർത്താവിന്റെ രണ്ടാം വരവിന്റെ ആ ഒരുക്കത്തിനായിട്ട് യെരൂശലേമിലെ രാജം നഗരിയാക്കി തീർത്തിരുന്നു. അവിടെ തന്നെ യഹോവയായ ദൈവം തന്റെ ആലയം പണിയുവാൻ തെരഞ്ഞെടുത്തു. ദാവീദിനെ കൊണ്ടല്ല, തന്റെ പുത്രനായ ശലോമിനെ കൊണ്ട് യഹോവയായ ദൈവം അത് നിറവേറ്റി. അപ്പൊ ആ ആലയത്തിന്റെ മഹത്വത്തെ കളഞ്ഞു. ഇവിടെ കാള, ആട്, പ്രാവ്, ദൂരെ നിന്ന് വരുന്നവർക്ക് യാഗത്തിന് യോജിച്ച മൃഗങ്ങളെ വാങ്ങേണ്ടതിനായിരുന്നു. അതിനായി ആലയത്തിൽ തന്നെ ഒരുക്കപ്പെട്ട കടകളുണ്ടായിരുന്നു. അപ്പൊ ദൂരത്ത് നിന്ന് നാനാഭാഗത്ത് ചിതറിക്കിടക്കുന്ന യഹൂദന്മാർ ഇനി അവിടെ നിന്ന് ഒരു യാഗമൃഗത്തെ കൊണ്ടുവരേണ്ട കാര്യമില്ല. അപ്പൊ ഇതൊരു ബിസിനസ് ആക്കി തീർത്തു. ഈ കടകള്, ആലയത്തിന്റെ അകത്ത് ഈ കടകള് നടത്തുന്നത് പുരോഹിതന്മാരും അവരുടെ കുടുംബക്കാരും എല്ലാവരും ചേർന്നാണ്. മഹാപുരോഹിതനും പുരോഹിതന്മാരും അവരുടെ കുടുംബക്കാരും ചേർന്നാണ് ഒരു നല്ല ബിസിനസ്. ആലയത്തിൽ നിന്ന് കിട്ടുന്ന ആ ഓഹരി പോരാ, ഇനി ബിസിനസ് ചെയ്തും കൂടെ ധനവാനായി തീരണം. അതുകൊണ്ട് കുടുംബക്കാരടക്കം. അപ്പോൾ അവിടെ നിന്നും വാങ്ങിക്കുന്ന മൃഗങ്ങൾക്ക് ഒരു കുറവുമില്ല. പ്രൈസ് ദി ലോർഡ്. പ്രതികൾ ഓർക്കണം, ബാക്കി ഒരു യഹൂദൻ തന്റെ വീട്ടിൽ വളർത്തിയ അതിജാതനായ ഒരു മൃഗത്തെ ബലി കഴിക്കുവാൻ കൊണ്ടുവരുമ്പോൾ അതിന്റെ കണ്ണിന് കുഴപ്പം, മൂക്കിന് കുഴപ്പം, കാതിന് കുഴപ്പം, അനേക വിഷയങ്ങളാണ്. കാരണം എന്താ? ഈ ബിസിനസ്സുകാര് ഇവരുടെ ബിസിനസ് തഴച്ചു വളരുവാൻ അവർ ദൈവത്തിന്റെ ആലയത്തില് ഇതൊരു വാണിഭശാലയാക്കി തീർത്തു. അതിൽ കുടുംബക്കാരും എല്ലാം ഉണ്ട്, കടകൾ കൊണ്ട് നിറഞ്ഞിരിക്കുക. അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഇസ്രായേൽ എന്ത് ചെയ്യും? ആലയത്തിൽ എല്ലാം കിട്ടും. അവിടെ ചെല്ലുമ്പോൾ ഇനി നമ്മുടെ മൃഗത്തിന് കുറ്റമുള്ളതൊന്നും പറയുകയില്ല. അവര് കൊടുക്കുന്ന അമിത വില കൊടുത്ത് ആ മൃഗത്തെ വാങ്ങിച്ച് അവർ യാഗം കഴിപ്പാൻ ഏൽപ്പിക്കും. അപ്പോൾ അതുകൊണ്ട് ആളുകൾ സ്വന്തമായി മൃഗങ്ങളെ കൊണ്ടുവന്നാൽ അവയ്ക്ക് അനേക കുറ്റങ്ങൾ കണ്ടെത്തി അവയെല്ലാം തിരസ്കരിക്കും. അപ്പൊ അതുകൊണ്ട് ജനം തന്നെ എന്താണ്? ഈ ബിസിനസിന് ജനവും പങ്കാളികളായി തീർന്നു. മനസ്സില്ല മനസ്സോടെ അവരും പങ്കാളികളായി തീർന്നു. അതുപോലെ പൊൻപാണിവക്കാരുടെ കാര്യം, യഹോവയുടെ ആലയത്തില് മുദ്രയുള്ള, അടയാളമുള്ള ഒരു നാണയവും നിക്ഷേപിക്കരുത്. പ്രൈസ് ദി ലോർഡ്. കർത്താവിനോട് ശാസ്ത്രിമാർ ചോദിച്ചതുപോലെ കൈസർക്ക് കരം കൊടുക്കുന്നത് വിഹിതമോ? കർത്താവ് പറഞ്ഞു, ഒരു നാണയം തരുവിൻ. ആ നാണയം നോക്കിയപ്പോൾ അതില് കൈസറിന്റെ തലയുടെ അടയാളം കാണുകയാണ്. കർത്താവ് പറഞ്ഞു, കൈസർക്കുള്ളത് കൈസർക്ക്, ദൈവത്തിനുള്ളത് ദൈവത്തിന്. അപ്പൊ ദൈവത്തിന്റെ ഭണ്ഡാരത്തിൽ നിക്ഷേപിക്കുന്ന ശെകേലിന് അതിന് എന്താണ്? രൂപമൊന്നും ഉണ്ടാകരുത്. അര ശെകേല സ്വർണം അത് യഹോവയുടെ യാഗപീഠത്തില് ഏതൊരു മനുഷ്യന്റെയും വിലയാണ്. അത് അർപ്പിക്കേണ്ടത് ആവശ്യമാണ്. സമാഗമന കൂടാരം മരുഭൂമിയിൽ ഉയർന്നപ്പോൾ യഹോവയായ ദൈവം ധനവാനും ഇല്ലാത്തവനും ഒരുപോലെ ദൈവസന്നിധിയിൽ മാനിക്കേണ്ടതിന് 21 വയസ്സിന് മുകളിലുള്ള എല്ലാവരും അര ശെകേല സ്വർണം എന്താണ്? അത് ദൈവത്തിന്റെ ആലയത്തിൽ കൊണ്ടുവരണമെന്ന് മോശെ മുഖാന്തരം അരുളി ചെയ്തു. എല്ലാവർക്കും ദൈവസന്നിധിയിൽ ഒരേ വിലയാണ്. എല്ലാവരും ദൈവസന്നിധിയിൽ തുല്യരാണ്. അത് കാണിക്കുവാൻ ദൈവം വെച്ചത് നീതിയുടെ പ്രമാണമായിരുന്നു. എന്നാൽ ആ പ്രമാണം കാലാന്തരത്തിൽ മാറി ഇവരത് വാണിഭമാക്കി കളഞ്ഞു. ആലയത്തിൽ സ്വീകരിക്കുന്ന ഏക നാണയം ശെകേലാണ്. ശെകേൽ എന്ന് പറയുമ്പോൾ അടിച്ചെടുത്ത സ്വർണ്ണ നാണയമാണ്. അതിന് രൂപമോ ഭാവമോ ഒന്നുമില്ല. ആരുടെയും തലയും ഹേരോദാവിന്റെ തലയോ
മറ്റൊന്നും അതിലില്ല. അപ്പം അതുകൊണ്ട് ആ നാണയം വ്യാപാരത്തിന് ഉപയോഗിക്കുക ചുരുക്കമാണ്. അത് ദൈവത്തിൻ്റെ ആലയത്തിൽ സമർപ്പിക്കപ്പെടേണ്ടതാ. അപ്പം അതുകൊണ്ട് യഹൂദന്റെ ശെകേൽ നാണയ രൂപത്തിൽ നിലവിലില്ലായിരുന്ന കാലം. അപ്പോൾ 1-ാം നൂറ്റാണ്ടെന്ന് പറയുമ്പോൾ ആ ശെകേൽ ഒന്നും നിലവിലില്ലാതിരുന്ന കാലം. എന്നാൽ അത് ശേഖരിച്ചു വെച്ചിരുന്ന പുരോഹിതന്മാരുണ്ട്. തട്ടാനെ കൊണ്ട് ആ ശെകേൽ അടിച്ച് അത് ബിസിനസ്സാക്കിയ മഹാപുരോഹിതന്മാരും പുരോഹിതന്മാരും കുടുംബവുമുണ്ട്. അവർക്ക് ദൈവത്തിൻ്റെ ആലയത്തിൻ്റെ അകത്ത് ഒരു വലിയ വാണിഭശാലയാണ്. കർത്താവിൻ്റെ ഉള്ളിൽ തീ കത്തി ആലയത്തെക്കുറിച്ചുള്ള എരിവ് ദൈവത്തിൻ്റെ വചന നിവൃത്തി വേണം. അപ്പോൾ കർത്താവ് എന്ത് ചെയ്തു? ചക്രവർത്തിമാരുടെ രൂപമോ എഴുത്തുകളോ ഉള്ള നാണയങ്ങൾ മണ്ഡാരത്തിൽ ഇടാറില്ല ആരും. അതിന് റോമൻ നാണയം മാറ്റി ആലയത്തിലെ ശെകേൽ നൽകുന്നത് ഒരു തൊഴിലാക്കി തീർത്തിരുന്നു. അമിത ഫീസ് അതിന് വീണ്ടാക്കിയിരുന്നു. വിദേശ സ്ഥലങ്ങളിൽ നിന്നും വരുന്നവർ പലപ്പോഴും ഈ ചൂഷണത്തിനെല്ലാം വിധേയരായി തീരുമായിരുന്നു. അങ്ങനെ മൃഗങ്ങളെ വിൽക്കുന്നവരും ഈ ശെകേല നാണയങ്ങളെ വിൽക്കുന്നവരും ഈ ഇടപാടുകാരെല്ലാം മുഖാന്തരം ജനത്തിന് അപ്രിയമായി ദൈവത്തിൻ്റെ ആലയം, വിശുദ്ധ ആലയം, ആ മന്ദിരം അത് അശുദ്ധമാക്കി കളഞ്ഞു. യഹൂദന്മാർക്ക് അങ്ങോട്ട് ചെല്ലുന്നത് തന്നെ കാരണം എവിടെ നോക്കിയാലും വ്യാജത്തിൻ്റെ ബിസിനസ്സുകൾ, മുതലെടുപ്പുകൾ. ദൈവത്തിൻ്റെ ആലയമാണ് വാണിജ്യശാലയാക്കി കളഞ്ഞത്. ആരും ചോദിക്കാനില്ല. ചോദിക്കുന്ന ആരോട് ചോദിക്കണം? മഹാപുരോഹിതനെതിരായിട്ടാണ് ശബ്ദമുയർത്തുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ആരും അതിനെക്കുറിച്ച് ചോദിച്ചിരുന്നില്ല. ആ കാലത്താണ് കർത്താവ് ആലയത്തിലേക്ക് കടന്നു ചെല്ലുന്നത്. വിൽപ്പനക്കാരും ഇടപാടുകാരും എല്ലാം മുഖാന്തരം ജനങ്ങൾക്ക് അപ്രിയമായിരുന്നു. തങ്ങൾ ആലയത്തെ അശുദ്ധമാക്കുകയാണെന്ന്, ന്യായപ്രമാണത്തെ ലംഘിക്കുകയാണെന്നുമുള്ള ബോധ്യം അവർക്കുണ്ടായിരുന്നിട്ട് പോലും അവർ അത് തന്നെ ആവർത്തിച്ചു കൊണ്ടിരുന്നു. 15-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നത്, കർത്താവ് കയറുകൊണ്ട് ഒരു ചമ്മട്ടി ഉണ്ടാക്കി. പ്രത്യേകം ഓർക്കണം, കർത്താവ് ഉപയോഗിച്ചതായി പറയുന്ന ചാട്ടവാർ ചെറിയ കയറ് കഷ്ണങ്ങൾ കൊണ്ടുണ്ടാക്കിയതാണ്. കർത്താവിനെ അടിച്ച അറ്റത്ത്, അതായത് ആ ചാട്ടവാറിന്റെ അറ്റത്ത് ഈയക്കട്ടകൾ കൊണ്ട്, കൂറുമ്പിച്ച ഈയക്കട്ടകൾ കൊണ്ട് നിർമ്മിച്ച ആ ഒരു ചമ്മട്ടിയല്ല ഇവിടെ. ഇതൊരു ചാട്ടവാറാണ്. അത് എന്തുകൊണ്ടാ? കയറുകൊണ്ടുണ്ടാക്കിയെന്ന് തന്നെ നാം വായിക്കുന്നു. ഒരിക്കലും കർത്താവ് അത് അടിച്ചതായിട്ട് അവിടെ പറയുന്നില്ല. പലപ്പോഴും പലരും പ്രസംഗിക്കുമ്പോൾ പറയും അടിച്ചു പുറത്താക്കി. നോ, അങ്ങനെ ഒരു 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 കാര്യമേ അവിടെ പറയുന്നില്ല. നാം അത് വായിക്കുന്നില്ല. അവനൊരു ചമ്മട്ടി ഉണ്ടാക്കി, അതവന്റെ കയ്യിൽ പിടിച്ചു. അതവന്റെ അധികാരത്തെയാണ്. ആരുടെ മേലും പ്രയോഗിക്കുന്നതായി രേഖകളിൽ എവിടെയും കാണുന്നില്ല. ആരെയും അടിച്ചു പുറത്താക്കുന്നില്ല. പ്രത്യേകം ഈ വേദഭാഗം വായിക്കുമ്പോൾ പലരും പറയുന്നു, കർത്താവ് കോപിച്ചില്ലേ, പിന്നെ ഞങ്ങൾക്ക് കോപിച്ചാലെന്താ? കർത്താവിന് വരെയും കോപമുണ്ടായി. കർത്താവിന് കോപമാണോ? കർത്താവ് ആ വാണിഭശാലയെ, ദൈവത്തിന്റെ ആ വിശുദ്ധ മന്ദിരത്തിൽ നടക്കുന്ന വാണിഭത്തെ ഇല്ലായ്മ ചെയ്യുവാൻ കർത്താവ് അങ്ങനെ ചെയ്തു. കയറുകൊണ്ടൊരു ചമ്മട്ടി ഉണ്ടാക്കി. അവിടെ തനിക്കുള്ള അധികാരങ്ങളും അടയാളവുമായി അത് കയ്യിൽ പിടിച്ചു എന്ന് മാത്രം ചിന്തിച്ചാൽ മതി. അത് ഉപയോഗിച്ചതായോ അവരെ അടിച്ചതായോ ഒന്നും നമ്മൾ അവിടെ വായിക്കുന്നില്ല. 16-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ, സ്വർഗസ്ഥനായ പിതാവിന്റെ ആലയത്തെ വാണിഭശാലയാക്കുന്നത് ഒരിക്കലും യോഗ്യമായിരുന്നില്ല. ധനവാനായി തീരുവാൻ ദൈവിക മാർഗങ്ങൾ ദുരുപയോഗം ചെയ്യുകയാണ്. അത് അന്ന് മാത്രമല്ല, ഇന്നും അങ്ങനെ തന്നെയാണ്. ദൈവത്തിന്റെ നാമം എടുത്തുകൊണ്ട് ഇതൊരു ധനമാർഗമായി നടക്കുന്ന അനേകരുണ്ട്. നടക്കുന്നവരെല്ലാം നടക്കട്ടെ. ഇതൊരു ധനമാർഗമായി സ്വീകരിച്ച്
ഇതൊരു ബിസിനസ്സായി സ്വീകരിച്ച ഒരു സാക്ഷ്യവുമില്ലാതെ ജീവിക്കുന്ന അനേകരുണ്ട്. അങ്ങനെയുള്ളവർ അങ്ങനെയാകട്ടെ. എല്ലാവർക്കും ഒരു പ്രതിഫലമുണ്ട് ദൈവസന്നിധിയിൽ. ആ പ്രതിഫലത്തിനായി നാം ചെല്ലുമ്പോൾ ലജ്ജിപ്പാനിടയാകരുത്. അപ്പൊ അതുകൊണ്ട് പ്രത്യേകം ഓർക്കണം, സ്വർഗസ്ഥനായ പിതാവിന്റെ ആലയത്തെ വാണിഭശാലയാക്കുന്നത് ഒരിക്കലും യോഗ്യമായിരുന്നില്ല. ധനവാനായി തീരുവാൻ ദൈവിക മാർഗങ്ങളെ ദുരുപയോഗം ചെയ്യുകയാണ്. അന്യനായ പൗലോസ് എഫേസ്യ ലേഖനത്തിൽ 4:26 പറയുന്നു, കോപിച്ചാൽ നിങ്ങൾ പാപം ചെയ്യാതിരിപ്പാൻ സൂക്ഷിപ്പീൻ. അപ്പൊ കോപിച്ചുകൊണ്ട് പാപം ചെയ്യരുത്. കർത്താവ് ഇവിടെ ചെയ്തത്, അവൻ കോപിച്ചു. എവിടെ കോപിച്ചു? അവൻ കയറുകൊണ്ടൊരു ചമ്മട്ടി ഉണ്ടാക്കി. അതവന്റെ അധികാരത്തെ കാണിക്കുവാൻ. ആരെയും അടിച്ചില്ല. അവൻ ആ ബിസിനസ്സുകാരെ ദൈവാലയത്തിൽ നിന്ന് പുറത്താക്കി. മേൽപ്പറഞ്ഞ കർത്താവിന്റെ പ്രവൃത്തികൾ യാതൊരുവിധ ക്രൂരതയോ അനീതിയോ ആരോപിക്കാവുന്നതല്ല. തന്റെ നീതിയുടെയും വിശുദ്ധിയുടെയും പ്രദർശനം മാത്രമായിരുന്നു അവിടെ കണ്ടത്. പലരും പ്രസംഗിക്കുമ്പോൾ തെറ്റിപ്പോകുന്നത് കൊണ്ട് മാത്രമാണ് ഈ കാര്യം ഞാൻ അല്പം നിർത്തി ചിന്തിക്കുന്നത്. ആരെയും അടിച്ചു പുറത്താക്കിയല്ല. കർത്താവായ യേശുക്രിസ്തുവിന് പാപം ചെയ്യുവാൻ കഴിയുകയില്ലായിരുന്നു. കാരണം അവൻ പൂർണ്ണ ദൈവമാണ്. ദൈവത്തിന് പാപം ചെയ്യുവാൻ കഴിയുമോ? നോ, ഒരിക്കലുമില്ല. അവൻ പൂർണ്ണ ദൈവമായിരുന്നു. 19-ാമത്തെ വാക്യത്തിലേക്ക് വന്നു കഴിയുമ്പോൾ നാം വായിക്കുന്ന ഈ മന്ദിരം പൊളിപ്പിൻ, ഞാൻ 3 ദിവസം കൊണ്ട് അതിനെ പണിയും. ഹീറോൺ എന്ന ഒരു ഗ്രീക്ക് പദമാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. 3 ദിവസം കൊണ്ട് ഈ മന്ദിരം പൊളിപ്പിൻ, ഞാൻ 3 ദിവസത്തിനകം അതിനെ പണിയുമെന്ന് കർത്താവ് പറഞ്ഞു. നമ്മുടെ ചിന്ത അതാണ്. എന്താണ് കർത്താവിന്റെ മന്ദിരം പൊളിച്ചാലുള്ള അവസ്ഥ? പ്രൈസ് ദി ലോർഡ്. ഈ മന്ദിരത്തിന്റെ ആ സിസ്റ്റം എങ്ങനെ വന്നു? പ്രൈസ് ദി ലോർഡ്. ഇവിടെ നാം മനസ്സിലാക്കണം, യേശുവിന്റെ ക്രൂശ് മരണത്തെയും ഉയർത്തെഴുന്നേൽപ്പിനെയും സൂചിപ്പിക്കുവാൻ വേണ്ടിയാണ് കർത്താവ് അത് പറഞ്ഞത്. കർത്താവിന്റെ ന്യായവിസ്താരത്തിൽ അവരെടുത്ത ഒരൊറ്റ വകുപ്പ് ഇതായിരുന്നു. കർത്താവിനെ പിടിക്കപ്പെട്ടു. കർത്താവിനെ ന്യായവിസ്താരം നടത്തിയിട്ടൊന്നും മരണയോഗ്യമായതൊന്നും അവനിൽ ഉണ്ടായിരുന്നില്ല. അതിനുള്ള ഒരു കുറ്റവും കർത്താവ് ചെയ്തില്ല. തീത്തോസിന് പൗലോസ് ലേഖനം എഴുതുമ്പോൾ പറയുന്നത് പോലെ, ശത്രു നമ്മെക്കുറിച്ച് ഒരു വകയും പറവാൻ വകയില്ലാതെ ലജ്ജിക്കേണ്ടതിന് നീ നിന്നെ തന്നെ കാക്കുക, സൂക്ഷിക്കുക. അപ്പൊ കർത്താവിനെ കുറിച്ച് 6 കോടതികൾ മാറി മാറി ന്യായവിസ്താരം നടത്തിയിട്ടും അവനിൽ ഒരു പാപവും കണ്ടില്ല. അവര് അവസാനം അവർ കണ്ട പാപം ഇതായിരുന്നു. ഇവൻ ആലയത്തെ പണിത് 3 ദിവസം പണിയാമെന്ന് ഇവൻ പറഞ്ഞു. അതിലാണ് അവർ കയറി പിടിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് കർത്താവിന്റെ 3 ദിവസം കൊണ്ടുള്ള മന്ദിരം പൊളിക്കുമ്പോൾ അത് പണിയുന്നത്. ഈ മന്ദിരത്തെ കുറിച്ചുള്ള ഒരു ചിന്ത നമുക്ക് ഏറെ ആവശ്യമാണ്. യഹൂദ മതത്തിൽ നിന്നും വേറിട്ട ഒരു ആത്മീയാരാധന വെളിപ്പെടുവാൻ പോകുന്നു എന്നൊരു സൂചന കൂടിയാണ് കർത്താവ് നൽകിയത്. കർത്താവ് അവിടെ പറഞ്ഞതിന്റെ ഒരു കാര്യം, യഹൂദന്മാർക്ക് ദൈവത്തെ ആരാധിപ്പാൻ കാലകാലങ്ങളിൽ ദൈവം ആലയത്തെ കൊടുത്തു. എന്നാൽ അതിലൊന്നും അവർ സത്യസന്ധരായിരുന്നില്ല, വിശ്വസ്തന്മാരായിരുന്നില്ല, നീതിമാന്മാരായിരുന്നില്ല. കർത്താവ് പറയുകയാണ്, ഈ മന്ദിരം പൊളിപ്പിൻ. ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്ന ഒരു മന്ദിരത്തെ ഞാൻ പണിയും. പ്രൈസ് ദി ലോർഡ്. ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്ന ഒരു മന്ദിരത്തെ ഞാൻ പണിയും. പ്രൈസ് ദി ലോർഡ്. അവിടെ ആട്, മാട്, കാളകൾ ഒന്നും ആവശ്യമില്ലാത്ത ഒരു മന്ദിരം, അരശകേലിന്റെ പ്രാധാന്യമില്ലാത്ത മന്ദിരം,
പൊൻപാണിവക്കാരുടെയോ മൃഗ ബിസിനസ്സുകാരുടെയോ ആവശ്യമില്ലാത്തയാളെ അവൻ ഒരിക്കലായിട്ട് അർപ്പിക്കപ്പെട്ട ശുദ്ധരക്തവുമായിട്ട് പിതാവിന്റെ അടുക്കലേക്ക് ആകാശത്തിലൂടെ കടന്നുപോയി എന്നേക്കും ഒരു മഹാപുരോഹിതൻ. ആ മഹാപുരോഹിതനാണ് പറയുന്നത്, ഈ മന്ദിരം പൊളിപ്പിൻ, ഇത് 3 ദിവസം കൊണ്ട് പണിയുമെന്ന്. പ്രൈസ് ദി ലോർഡ്. ഇവിടെ നാം ഓർക്കണം, യഹൂദന്റെ ആ മന്ദിരം എന്ന കൺസെപ്റ്റിൽ നിന്ന് ഒരു പുതിയ മന്ദിരത്തെ കർത്താവ് പണിയുവാൻ ആഗ്രഹിക്കുകയാണ്. നമുക്കറിയാം, AD 70 ദൈവത്തിന്റെ ആലയമായ യെരുശലേം ദേവാലയം മുഴുവൻ തകർക്കപ്പെട്ടു. കല്ലുമേൽ കല്ല് ശേഷിക്കാതെ കർത്താവ് പറഞ്ഞതുപോലെ ആ യെരുശലേം ദേവാലയം മുഴുവൻ കുസ്തന്തോസിന്റെ കാലത്ത് തകർക്കപ്പെട്ടു. ഇന്ന് ആ യെരുശലേം ദേവാലയത്തിൽ ശേഷിച്ചിരിക്കുന്നത് 8 അടി നീളമുള്ള ഒരു മതിൽ മാത്രമാണ്. യഹൂദന്മാർ ചെന്ന് തലതല്ലി കരഞ്ഞ് പ്രാർത്ഥിക്കുന്ന ഒരിടം. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ പ്രത്യേകം ഓർക്കണം, ക്രിസ്തുവിന്റെ ദൈവത്വത്തെ വീണ്ടും കാണിച്ചു തരുന്ന ഒരു വേദവാക്യം കൂടെയാണിത്. കർത്താവിന്റെ ദൈവത്വത്തെ കുറിച്ച് കർത്താവ് ഉറപ്പ് തരുന്ന ഒരു വേദഭാഗം കൂടെയാണിത്. കാരണം എന്താ? ഈ മന്ദിരത്തെ പൊളിപ്പിൻ, ഇത് 3 ദിവസം കൊണ്ട് ഞാൻ പണിയും. അപ്പൊ പണിയുവാൻ ദൈവത്തിന് മാത്രമേ ഇങ്ങനെ പറയുവാൻ കഴിയുകയുള്ളൂ. കാരണം സകലത്തെയും സൃഷ്ടിച്ചത് കർത്താവാണ്. സകലത്തിന്റെയും സൃഷ്ടിയുടെ ദാതാവ് കർത്താവാണ്. അതുകൊണ്ടാണ് യോഹന്നാൻ പറഞ്ഞത്, അവൻ മുഖാന്തരം സകലവും സൃഷ്ടിക്കപ്പെട്ടു. അപ്പോൾ ഇടിക്കുവാനും പണിയുവാനും എല്ലാം കഴിയുന്നവനായത് ഒരുവനേ ഉള്ളൂ, അത് ദൈവമാ. കർത്താവിന്റെ ദൈവത്വത്തെ വീണ്ടും ഉറപ്പിക്കുന്ന ഒരു വേദഭാവമാ, ഇത് പൊളിക്കിൻ, ഞാനിത് പണിയും. അപ്പൊ മന്ദിരം എന്ന് കർത്താവ് പറയുന്നത് യെരുശലേമിലെ ഹേരോദാവ് പുതുക്കിപ്പണിത മന്ദിരമല്ല. അതിന് മറ്റൊന്നിനെ പറ്റി ചിന്തിക്കുവാൻ ശിഷ്യന്മാർക്ക്, കേട്ടവർക്ക് ആർക്കും കഴിഞ്ഞില്ല. ശിഷ്യന്മാർക്കോ കൂടെയുള്ളവർക്കോ എല്ലാവരും വിചാരിക്കുന്നത് 46 സംവത്സരം കൊണ്ട് ഹേരോദാവ് യഹൂദന്മാരെ പ്രസാദിപ്പിക്കുവാൻ വേണ്ടി പറയുന്ന ഈ മന്ദിരം ഇത് 3 ദിവസം കൊണ്ട് പൊളിച്ചു പണിയുക എന്ന് പറഞ്ഞാൽ ശിഷ്യന്മാർക്ക് പോലും അവനിൽ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ കർത്താവ് അവിടെ പറയുന്നു, മനുഷ്യർക്ക് അസാധ്യമായത് സാധ്യമാക്കുന്നതാണ് ദൈവം. കർത്താവാകട്ടെ ദൈവത്തിന്റെ സകല സമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്ന തന്റെ ശരീരത്തെ കുറിച്ചാണ് പറഞ്ഞത്. കർത്താവ് പറഞ്ഞത് ദൈവത്തിന്റെ സകല സമ്പൂർണതയും വസിക്കുന്ന തന്റെ മന്ദിരത്തെ കുറിച്ചാണ് കർത്താവ് പറഞ്ഞത്. ചുരുക്കത്തിൽ ചില നാളുകൾക്ക് ശേഷം അവർ മരണത്തിന് ഏൽപ്പിക്കുമെന്ന് മനസ്സിലാക്കിയ കർത്താവ് ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ ചുരുങ്ങിയ കാലം കഴിഞ്ഞ കർത്താവിനെ അവര് മരണത്തിന് ഏൽപ്പിച്ചു കൊടുക്കുമെന്ന് കർത്താവിന് അറിയാം. ഈ യഹൂദന്മാർ തന്നെ പിടിച്ച ജാതികളുടെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുക്കുമെന്ന് കർത്താവിന് അറിയാം. അപ്പൊ കർത്താവിന്റെ മന്ദിരത്തെ കുറിച്ച് കർത്താവ് പറഞ്ഞതാണ്. എന്താണ് കർത്താവിന്റെ മന്ദിരത്തെ കുറിച്ചുള്ള എരിവ്? യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആലയത്തിന്റെ സിസ്റ്റമാറ്റിക് തുടങ്ങുന്നത് സമാഗമന കൂടാരത്തിൽ നിന്നാണ്. മിസ്രൈമിൽ നിന്നും വിടിപ്പിച്ചു കൊണ്ടുവന്ന ജനം ദൈവം അവരോട് കൂടെ നടന്നു. പകൽ മേഘസ്തംഭമായും രാത്രി അഗ്നിതൂണായും അവരെ കൂടെ നടന്നു. എന്നാൽ ആ ജനത്തിന്റെ നടുവിൽ അശുദ്ധി കിടന്നപ്പോൾ, പാപം കിടന്നപ്പോൾ ദൈവം മോശയോട് പറഞ്ഞു, ഞാൻ ഈ ജനത്തിന്റെ കൂടെ നടക്കുകയില്ല. നീ എനിക്ക് വേണ്ടിയിട്ട് ഒരു മന്ദിരം പണിയണം. അപ്പൊ അന്നേ യഹൂദൻ ഒരു മന്ദിരം ദൈവം മരുഭൂമിയിൽ ഒരുക്കി. സമാഗമന കൂടാരം,
അതിമനോഹരമായ ഒരു മന്ദിരം അവർക്ക് കൊടുത്തു. മരുഭൂമിയിൽ 12 ഗോത്രങ്ങളുടെ നടുവിലായിട്ട് ഉയർത്തപ്പെട്ട ദൈവത്തിന്റെ മന്ദിരമായ സമാഗമന കൂടാരം. കതിരമരം കൊണ്ടുണ്ടാക്കി മുഴുവൻ പൊന്നുകൊണ്ട് പൊതിഞ്ഞതാ. പ്രൈസ് ദി ലോർഡ്. അത് രാത്രിയില് ദൈവത്തിന്റെ അഗ്നിതൂണാകുന്ന വെളിച്ചം കൂടെ മരുഭൂമിയിൽ അടിക്കുമ്പോൾ ദൈവത്തിന്റെ മന്ദിരം എത്ര മനോഹരമാണ് കാഴ്ചയ്ക്ക്. അതുകൊണ്ടാണ് ദാവീദ് പറഞ്ഞേ, യഹോവേ തിരുനിവാസം എത്ര മനോഹരം. ഞാൻ വാഞ്ചിച്ചു മോഹിച്ചു പോകുന്നു നിന്റെ മന്ദിരത്തെ വരുവാനും അതിൽ ധ്യാനിപ്പാനും. നിന്റെ മന്ദിരത്തിൽ ഒരു കാവൽക്കാരനായിരിക്കുന്നതും എനിക്കേറെ നല്ലത്. മഹാരാജാവ് പറയുക. അപ്പൊ അത്രയ്ക്ക് ആലയത്തിന് പ്രാധാന്യം കൊടുക്കുന്നവരുണ്ട്. അപ്പൊ മോശയോട് ദൈവം പറഞ്ഞു, നീ എനിക്ക് വേണ്ടിയിട്ട് ഒരു ആലയം പണിയണം മരുഭൂമിയിൽ. ദൈവമക്കളെ, നിങ്ങൾക്കറിയുമോ ദൈവത്തിന്റെ ആലയത്തിന്റെ പ്രാധാന്യം? ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തില് ഈ ഭൂലോകത്തിലുള്ള മുഴുവൻ ദൈവം സൃഷ്ടിച്ചു. 1-ാം അധ്യായത്തിൽ ദൈവം ഈ ഭൂലോകത്തിലുള്ള മുഴുവൻ വിളിച്ചു വരുത്തി. അവന്റെ വചനത്തെ സകലവും ഉളവായെന്ന് നമ്മൾ വായിക്കുകയാണ്. അപ്പൊ 1-ാമത്തെ അധ്യായത്തില് ഈ ലോകത്തിലെ മുഴുവനെയും ദൈവം സൃഷ്ടിച്ചു. 2-ാം അധ്യായത്തില് ദൈവം ഒരു കുടുംബത്തെ സൃഷ്ടിച്ചു. അത് ഈ ഭൂമിയിലെ ആദ്യത്തെ കുടുംബമായിരുന്നു. ആദാവും ഹവ്വയും. അതിമനോഹരമായ ഒരു കുടുംബത്തെ ദൈവം 2-ാമത്തെ അധ്യായത്തിൽ സൃഷ്ടിക്കുകയാണ്. 3-ാമത്തെ അധ്യായത്തിൽ, ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിൽ നമുക്ക് ആ കുടുംബത്തിന്റെ തകർച്ചയാ നാം കാണുന്നത്. അപ്പൊ അതിപ്രധാന കാര്യങ്ങൾ ഒരൊറ്റ അധ്യായത്തിൽ ഒതുക്കിയപ്പോൾ സമാഗമന കൂടാരത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന 40 അധ്യായത്തിലാണ്. 40 അധ്യായത്തിൽ, 1-ഉം 2-ഉം അധ്യായമല്ല. പുറപ്പാട് പുസ്തകം 25 മുതൽ 38 അധ്യായവും ലേവ്യ പുസ്തകത്തിലെ 25 അധ്യായവും ചേർന്ന പ്രതികൾ ഓർക്കണം. 40 അധ്യായങ്ങളിലാണ് സമാഗമന കൂടാരത്തെ കുറിച്ച് ദൈവം പറഞ്ഞത്. ദൈവത്തിന് എരിവില്ലാതിരിക്കുമോ? അവന്റെ മന്ദിരത്തെ കുറിച്ച് അവന് എരിവില്ലാതിരിക്കുമോ? വിശുദ്ധ ബൈബിളില് ഒരു പേര് വരുന്നത് പോലും എത്ര പ്രാധാന്യമുള്ളതാണ്. അപ്പൊ വിശുദ്ധ ബൈബിളിലെ 1189 അധ്യായങ്ങളിൽ 40 അധ്യായം ആദ്യ മന്ദിരത്തെ കുറിച്ച് എഴുതി. കർത്താവ് എന്തുകൊണ്ടാണ് മന്ദിരത്തെ കുറിച്ച് ആ എരിവ് അവനെ ചൂടുപിടിപ്പിച്ചതാ? അത് പണിതവനും അതിന് വില കൊടുത്തവനുമാ അത് അറിയുകയുള്ളൂ. അപ്പൊ സമാഗമന കൂടാരം പ്രത്യേകം ഓർക്കണം. ആലയം പണിയുവാൻ ദൈവത്തിന്റെ ആത്മാവിനാൽ നിറയപ്പെട്ട ഊരിയുടെ മകനായ ബെസലേലിനെയും യഹൂദ ഗോത്രത്തിൽ നിന്ന്, ഓഹോലിയാവിനെയും ദാൻ ഗോത്രത്തിൽ നിന്നും 2 പേരെ, ഒന്ന് യഹൂദ ഗോത്രത്തിൽ നിന്നും ദാൻ ഗോത്രത്തിൽ നിന്നും സമാഗമന കൂടാരം പണിയുവാൻ ദൈവത്തിന്റെ ആത്മാവിനാൽ അവരെ നിറച്ചു. മോശ മരുഭൂമിയിൽ ആ പർവ്വത മുകളിൽ വെച്ച് കണ്ടത് എന്താണോ അതുപോലെ തന്നെ പണിയുവാൻ ദൈവത്തിന്റെ ആത്മനിറവിനാൽ 2 ഗോത്രത്തെ, അതിലോ ഒന്ന് യൂദായുടെ ഗോത്രമായ ദാൻ ഗോത്രത്തിലെ ഓഹോലിയാവിനെയും തെരഞ്ഞെടുത്തു ദൈവം. പ്രത്യേകം ഓർക്കണം. അപ്പൊ 1-ാമത്തെ ആലയം മരുഭൂമിയിൽ ഉയർത്തപ്പെട്ടു. എന്തിനാണ്? തന്റെ ജനം ദൈവത്തെ വിശുദ്ധിയോടെ അറിയേണ്ടതിന്, ഭയഭക്തിയോടെ അറിയേണ്ടതിന്. മോശയും അഹരോനും ആലയത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ
മുമ്മൂന്ന് ഗോത്രമായി 4 വശങ്ങളിലും തമ്പടിച്ചിരുന്നവർ എഴുന്നേറ്റ് നിൽക്കുമായിരുന്നു. ദൈവത്തിന്റെ ശേഖയം വന്ന ദൈവത്തിന്റെ ആലയത്തിലിറങ്ങി. അത് എപ്പോൾ അവിടെ നിന്നും അതിവിശുദ്ധ സ്ഥലത്തിൽ നിന്നും ഉയർന്നു പോകും, അപ്പോൾ കൂടാരം അവിടെ നിന്ന് അവര് മാറ്റിയടിക്കുവാനായിട്ട് പുറപ്പെടും. അപ്പൊ ദൈവത്തിന്റെ ആലയം, ഒന്നാമത്തെ ആലയം എന്ന് പറയുന്നത് മരുഭൂമിയിൽ ഉയർത്തപ്പെട്ട സമാഗമന കൂടാരമാണ്. അതിലേക്കൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ പ്രൈസ് ദി ലോർഡ്, അത് മുഴുവൻ ക്രിസ്തുവിന്റെ നിഴലായിരുന്നു. അത് മുഴുവൻ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നിഴലായിരുന്നു. പ്രൈസ് ദി ലോർഡ്. നമുക്ക് ആ വിഷയത്തിലേക്ക് ഞാൻ കിടക്കുന്നില്ല. രണ്ടാമത്തെ ആലയം എന്ന് പറയുന്നത് ശലോമോൻ പണിതതായ ആലയമാണ്. ശലോമോനെ കൊണ്ട് ദൈവം പണി കഴിപ്പിച്ചതായ ആലയം. ദാവീദ് ആലയം പണിയുവാൻ ആഗ്രഹിച്ചു. തന്റെ സമ്പത്ത് മുഴുവൻ, 2 ദിനവൃത്താന്ത പുസ്തകത്തിൽ നാം കാണുന്നു, ദാവീദ് തന്റെ സമ്പത്തെല്ലാം ആലയ പണിക്ക് വേണ്ടിയിട്ട് ഒരുക്കി വെച്ചു. ശലോമോൻ അല്ല വസ്തുവകകളെ ശേഖരിച്ചത്, എല്ലാം ദാവീദ് ശേഖരിച്ചു വെച്ചു. എന്നിട്ട് മകനെ ഏൽപ്പിച്ചു. തന്റെ പ്രാണന് വിടുവാനിടയായിത്തു. ശലോമോൻ ദൈവം പറഞ്ഞ പ്രകാരമല്ല, ദൈവത്തിന്റെ ഇഷ്ടമായ രണ്ടാമത്തെ ആലയം പണിതു. 2 ദിനവൃത്താന്തം 2:1-2 വേദഭാഗങ്ങളിൽ നാം വായിക്കുന്നത് ഇങ്ങനെയാണ്: അനന്തരം ശലോമോൻ യഹോവയുടെ നാമത്തിൽ ഒരു ആലയവും തനിക്ക് ഒരു അരമനയും പണിയുവാൻ നിശ്ചയിച്ചു. ശലോമോൻ 70,000 ചുമട്ടുകാരെയും 80,000 കല്ല് വെട്ടുന്നവരെയും അവർക്ക് മേൽവിചാരകന്മാരായി 3,600 പേരെയും. അപ്പൊ ദൈവത്തിന്റെ ആലയം പണിയുവാൻ 1,53,600 പേരെയാണ് ശലോമോൻ നിയോഗിച്ചത്. ഹലോ, വല്ല പിടുത്തമുണ്ടോ? ഇത് ഏത് നൂറ്റാണ്ടിൽ നടക്കുന്നു? ഏതാണ്ട് BC 900 നൂറ്റാണ്ടിൽ നടന്ന കാര്യമാണ്. ദൈവത്തിന്റെ ആലയം. എന്തുകൊണ്ടാണ് ആലയത്തെക്കുറിച്ചുള്ള എരിവ് കർത്താവിനെ അവനെ തിന്നുകളയുന്നു എന്ന് പറയുന്നത്? എന്തുകൊണ്ടാണ് കർത്താവ് ചമ്മട്ടി കൊടുത്തത്? 1,53,600 പേര് ചേർന്നാണ് ദൈവത്തിന്റെ ആലയമായ യെരൂശലേം ദേവാലയം പണി പൂർത്തീകരിച്ചത്. പ്രൈസ് ദി ലോർഡ്. ഒന്ന് ആലോചിച്ച് നോക്കണം. ആ ആലയത്തിന്റെ പണിയെല്ലാം ഇത്രയും ആൾക്കാരെ കൊണ്ട്. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ബിൽഡിംഗ് ആണ് ബുർജ ഖലീഫ എന്ന് പറയുന്ന ദുബായിലെ ബിൽഡിംഗ്. ഏറ്റവും ഉയരം കൂടിയ ബിൽഡിംഗ് ആണ്. അതിന്റെ പണി കഴിഞ്ഞപ്പോൾ ഏതാണ്ട് 40,000 തൊഴിലാളികളാണ് അതിന്റെ പണിക്ക് ഉണ്ടായിരുന്നതെന്ന് വായിച്ചറിയുവാൻ കഴിഞ്ഞിട്ടുണ്ട്. 40,000 തൊഴിലാളികൾ 4 വർഷം കൊണ്ട്. എഞ്ചിനീയർമാർ, അതിൻ്റെ താഴെയുള്ള സൂപ്പർവൈസർമാർ, മറ്റ് സ്കിൽഡേഴ്സ്, അങ്ങനെ ഇത്രമാത്രം ലോകത്തിലെ നാനാ ജാതി മതസ്ഥരെല്ലാം ചേർന്നാണ് ആ ബിൽഡിംഗ് പണിതുയർത്തിയതെന്ന് ഞാൻ വായിച്ചിട്ടുണ്ട്. അത് ഈ ആധുനിക യുഗത്തിലാണ്. എന്നാൽ ശലോമോന്റെ കാലത്ത് പ്രതികളോർക്കണം, 1,53,600 പേരാണ് ദൈവത്തിന്റെ ആലയം യെരൂശലേം ദേവാലയം പണിയുവാൻ ശലോമോൻ നിയോഗിച്ചത്. 20 സംവത്സരം കൊണ്ട് ശലോമോൻ ദൈവാലയവും തന്റെ അരമനയും പണിതു എന്ന 2 ദിനവൃത്താന്തം 8:1 നാം വായിക്കുകയാണ്. അപ്പൊ രണ്ടാമത്തെ ആലയം, ഒന്നാമത്തെ ആലയം മരുഭൂമിയിൽ ഉയർത്തപ്പെട്ട സമാഗമന കൂടാരമാണെങ്കിൽ, രണ്ടാമത്തെ ആലയം തിരുവചനപ്രകാരം ശലോമോൻ പണിതീർത്ത യെരൂശലേം ദേവാലയമായിരുന്നു. മൂന്നാമത് ആ ആലയം നെബൂഖദ്നേസറിനാൽ തകർക്കപ്പെട്ടു.
ചുട്ടരിച്ച് തകർന്ന് അടിയപ്പെട്ട ഒരു ആലയമായി തീർന്നു. അതിൻ്റെ ആലയത്തിൻ്റെ അകത്തുള്ള എല്ലാ വസ്തുവകകളും അവൻ പിടിച്ചു കൊണ്ടുപോയി. അങ്ങനെ ദൈവം കോരേശിനെ ഉണർത്തിച്ച ആ ആലയത്തെ പുതുക്കി പണിയുവാൻ സെരുബാബേലിനെയും എസ്രാ ശാസ്ത്രിയെയും നെഹമ്യാവിനെയും എല്ലാം ആ കാലത്ത് ദൈവം ഉപയോഗിച്ചതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. അപ്പോൾ മൂന്നാമത്തെ ആലയം എന്ന് പറയുന്നത് സെരുബാബേലിൻ്റെ ആലയമാണ്. എസ്രാ പുരോഹിതന്റെ പുസ്തകം 1:2 കോരേശ് മുഖാന്തരം യഹൂദ ജനത്തെ അഴിച്ച് പണിയുവാൻ ആലയം സെരുബാബേല്, എസ്രാ ശാസ്ത്രി, നെഹമ്യാവ് തുടങ്ങിയവരെ അവൻ പറഞ്ഞഴിച്ചു. അപ്പോൾ മൂന്നാമത്തെ ആലയം സെരുബാബേല് പണിയപ്പെട്ടതായ പുതുക്കി പണിതതായ ശലോമോന്റെ ആലയമാണ്. ആ ആലയം തന്നെ വീണ്ടും അനേക അതിക്രമങ്ങൾക്ക്, ഒന്ന് ആലോചിച്ച് നോക്കണം, ദൈവത്തിൻ്റെ ആലയം അനേകം അതിക്രമങ്ങൾക്ക്. എന്തിനു പറയുന്നു? യെരുശലേം ദേവാലയം ഇന്ന് ഹമാസിന്റെ കയ്യിലാണ്, പാലസ്തീനയിലാണ്. ഇതെല്ലാം എന്തുകൊണ്ട് സംഭവിച്ചു? തൻ്റെ ജനമായ ഇസ്രായേലിന്റെ മറുതലിപ്പ് ദൈവത്തോട്. സെരുബാബേല് പുതുക്കി പണിതതായ ആലയം വീണ്ടും തകർക്കപ്പെട്ടു. അവിടെയാണ് മക്കാബിയാരുടെ കാര്യങ്ങളെല്ലാം നാം പഠിക്കുന്നത്. ഞാൻ ആ വിഷയത്തിലേക്ക് കടന്നു പോകുന്നില്ല. അതിനുശേഷമാണ് യഹൂദന്മാരെ പ്രസാദിപ്പിക്കുവാൻ യഹൂദനല്ലാത്ത ഹേരോദാവ് എന്ന മഹാരാജാവ് യഹൂദന്മാരെ പ്രസാദിപ്പിക്കാൻ അവരുടെ ആലയത്തെ പുതുക്കി പണിയുവാൻ ആരംഭിച്ചു. 46 സംവത്സരം കൊണ്ട് യഹൂദ രാജാവ് ആ ആലയത്തെ പുതുക്കി പണിതതാണ് നാം ഇന്ന് വായിച്ച വേദഭാഗം. 46 സംവത്സരം കൊണ്ട് ഹേരോദാവ് പണിത ആലയം എന്ന് പറയുന്നത്. ആ ആലയത്തെ നോക്കിയിട്ടാണ് കർത്താവ് പറഞ്ഞത്, ഈ ആലയം പൊളിപ്പിൻ. കർത്താവ് ഉദ്ദേശിച്ചത് ആത്മീയമായ തൻ്റെ ശരീരമാകുന്ന ആലയമാണ്. ഈ ലോകത്തിലെ മുഴുവൻ ജനത്തിനും ആവശ്യമാകുന്ന ആത്മീയ ആരാധന വെളിപ്പെടേണ്ട, സത്യത്തിലും ആത്മാവിലും ആരാധിക്കേണ്ട ഈ ആലയത്തെക്കുറിച്ചാണ് കർത്താവ് പറഞ്ഞത്. ഇത് പൊളിപ്പിൻ, 3 ദിവസം കൊണ്ട് ഞാനിത് പണിയുമെന്ന് പറഞ്ഞു. 5ാമത്തെ ആലയം എന്ന് പറഞ്ഞത് കർത്താവ് പണിത സഭയാണ്. ഇന്ന് ഭൂമിയിലായിരിക്കുന്ന കർത്താവ് പണിത സഭയാണ് 5ാമത്തെ ആലയം എന്ന് പറയുന്നത്. ആ ആലയത്തിൽ ഇതിൻ്റെ മനോഹരമായ പണികൾക്കൊന്നും ഒരു പ്രത്യേകതയുമില്ല. അവിടുത്തെ പ്രത്യേകത എന്ന് പറയുന്നത് കർത്താവിൻ്റെ നാമത്തിൽ കൂടി വരുന്ന 2-3 പേർ ഉള്ളിടത്ത് ഇറങ്ങി വരാമെന്ന് വാഗ്ദത്തം ചെയ്ത കർത്താവ്. ആ ആലയത്തിൻ്റെ പ്രത്യേകത കർത്താവിൻ്റെ നാമത്തിൽ 2-3 പേർ ചേർന്ന് വന്ന് ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്ന ആ ദൈവിക ആലയം, ഇന്നത്തെ പുതിയ നിയമസഭയുടെ ആലയം. പ്രൈസ് ദി ലോർഡ്. മത്തായിയുടെ സുവിശേഷം 16:18 കർത്താവ് പറഞ്ഞ, ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിന് ജയിക്കുകയില്ല. അനേക സഭകള് ദുഷ്ടൻ നശിപ്പിച്ചു. പ്രൈസ് ദി ലോർഡ്. ശലോമോന്റെ ആലയത്തെ തകർത്തു, സെരുബാബേലിന്റെ ആലയത്തെ തകർത്തു. ഇതാ AD 70 ഹേരോദാവ് പണിതുയർത്തിയ ആ ആലയത്തെയും അവൻ തകർത്തു. എന്നാൽ ഒരു മനുഷ്യനും തകർക്കുവാൻ കഴിയാത്ത ഒരു ആലയമാണ് പുതിയ നിയമസഭയ്ക്ക് നൽകിയിരിക്കുന്നത്. ഈ 21-ാം നൂറ്റാണ്ടിൽ ഞാനും നിങ്ങളുമായിരിക്കുന്ന ഈ ദൈവത്തിന്റെ സഭ. പ്രൈസ് ദി ലോർഡ്. എഫേസ്യ ലേഖനത്തിൽ പൗലോസ് പറഞ്ഞതുപോലെ അവന്റെ ശരീരമാകുന്ന സഭ. പ്രൈസ് ദി ലോർഡ്. എഫേസ്യർ 5:23 യേശുക്രിസ്തുവിന്റെ യേശുക്രിസ്തു സഭയുടെ തലയാകുന്നു. റോമർ 16:5 ഫിലോമോൻ അതിന്റെ ലേഖനത്തിലും എല്ലാം പറഞ്ഞിരിക്കുന്ന വീട്ടിലെ സഭ. അപ്പൊ ഈ സഭ അതിമനോഹരമായി പണിതുയർത്തിയ സഭയല്ല. വാടക കെട്ടിടങ്ങളുണ്ട്, ഭവനങ്ങളിലുള്ള ദൈവസഭകളുണ്ട്.
അതുകൂടാതെ സ്ഥലം വാങ്ങിച്ച് പണി കഴിപ്പിച്ച ആലയങ്ങളുണ്ട്. എല്ലാം കർത്താവായ യേശു ക്രിസ്തുവിന്റെ ശരീരമാകുന്ന സഭയെ പ്രതിനിധാനം ചെയ്യുന്നതാണ്. അതുകൊണ്ടാണ് ധന്യനായ പൗലോസ് തിമോത്തിയോസിന്റെ ലേഖനം എഴുതുമ്പോൾ അതിന്റെ 3:16 പറയുകയാണ്, സത്യത്തിന്റെ തൂണും അടിസ്ഥാനവുമായ ജീവനുള്ള ദൈവത്തിന്റെ സഭയാകുന്ന ദൈവാലയത്തിൽ നടക്കേണ്ടത് എങ്ങനെയെന്ന് നീ അറിയേണ്ടതിന് ഇത് എഴുതുന്നു. ദൈവമക്കളെ ഓർക്കണമേ, ആടുകളും കാളകളും പൊൻപാണിയക്കാരുമില്ലാത്ത ദൈവത്തിന്റെ ശരീരമാകുന്ന സഭ അത് എന്തൊക്കെയാണ്? സത്യത്തിന്റെ തൂണാണ്, അടിസ്ഥാനമായതാണ്. ക്രിസ്തു മൂലക്കല്ലായി പണിതിരിക്കുന്ന ദൈവസഭ അത് ജീവനുള്ള ദൈവത്തിന്റെ സഭയാണ്. ഇന്നത്തെ സഭയ്ക്ക് ജീവനുണ്ട്. അന്നെല്ലാം കല്ലുകൾ കൊണ്ട് പണിതിരുന്ന സഭയായിരുന്നു. ശലോമോൻ പ്രത്യേകം പറഞ്ഞിരുന്നു, ദൈവാലയം പണിയുന്ന കല്ലുകൾ പണിയുന്നോടത്ത് വെച്ച് പണി തീർത്തിരിക്കണം. ആലയത്തിൽ കൊണ്ടുവന്ന തട്ടോ മുട്ടോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാകരുത്. ഒരു ശബ്ദവും ദൈവത്തിന്റെ ആലയത്തിൽ കേട്ടുകൂടാ. എന്നാൽ ദൈവത്തിന്റെ ശരീരമാകുന്ന കർത്താവ് പറഞ്ഞ്, ഈ മന്ദിരത്തെ പൊളിപ്പിൻ, ഇത് ഞാൻ 3 ദിവസം കൊണ്ട് പണിയുമെന്ന് പറഞ്ഞ മന്ദിരം, ആ ആലയം ഇന്ന് ഭൂമിയിൽ സ്ഥാപിതമായിരിക്കുന്നു. ഈ ആലയത്തിൽ ബിസിനസ് ഇല്ല. ഈ ആലയത്തിൽ ആരെങ്കിലും ഇത് ബിസിനസ് മാർഗമാക്കുന്നുവെങ്കിൽ അവൻ ദൈവസന്നിധി കണക്ക് ബോധിപ്പിക്കേണ്ടവനാ. അത് അവനും ദൈവവുമായിട്ടുള്ള കാര്യമാ. നമ്മൾ ആ കാര്യത്തിൽ ഇടപെടുക പോകരുത്. ദൈവത്തിന്റെ ആലയം വിശുദ്ധ മന്ദിരമാ. അത് ഭയഭക്തിയോടെ കാണേണ്ടതാണ്. കാരണം ഇത് വില കൊടുത്ത് ഒരുവനുണ്ട്. 2-3 പേരാണെങ്കിലും, ചെറിയ സഭയും വലിയ സഭയും, കർത്താവ് പറഞ്ഞു, ചെറിയ ആട്ടുംകുട്ടുമേ ഭയപ്പെടേണ്ട, ഞാൻ നിങ്ങളോട് കൂടെയുണ്ട് എന്ന് അരുളിച്ചതവനായ കർത്താവ് സ്വന്തം സഭയ്ക്ക് വേണ്ടിയിട്ട് തന്റെ പ്രാണനെ കൊടുത്തവൻ, ശരീരത്തെ കൊടുത്തവൻ, രക്തത്തെ ദാനമായി തന്നവൻ, അവൻ പുതിയ സഭയെ പണിതുവെങ്കിൽ, പുതിയ മന്ദിരത്തെ പണിതുവെങ്കിൽ, ആ മന്ദിരത്തിൽ നാം ആനന്ദിക്കുകയും സന്തോഷിക്കുകയും ചെയ്യുന്നവരായിരിക്കണം. ഈ ദൈവത്തിന്റെ സഭ വാണിഭശാലയാക്കരുത്, ബിസിനസ് ആക്കരുത്. പ്രൈസ് ദി ലോർഡ്. പ്രത്യേകം സൂക്ഷിക്കേണ്ടത് ഏറെ ആവശ്യമാണ്. സത്യത്തിന്റെ തൂണും അടിസ്ഥാനവുമായ ജീവനുള്ള ദൈവത്തിന്റെ സഭയാകുന്ന ദൈവാലയത്തെ നടക്കേണ്ടത് എങ്ങനെയെന്ന് നീ അറിയേണ്ടതിന്. എന്തൊക്കെയാണ്? അവൻ ജഡത്തിൽ വെളിപ്പെട്ടു. അപ്പൊ ദൈവത്തിന്റെ സത്യസഭയിൽ വെളിപ്പെടേണ്ടത്, വിളിച്ചു പറയേണ്ടത്, പ്രസംഗിക്കേണ്ടത്, കർത്താവായ യേശു ക്രിസ്തു ജഡശരീരമെടുത്തു. ദൈവസഭകളിൽ ഘോഷിക്കപ്പെടേണ്ടത് മനുഷ്യർക്ക് രക്ഷകരമായ വലിയ ദൈവകൃപ ഉദിച്ചിരിക്കുന്നു. മഹത്വത്തിന്റെ ദൈവവും മഹത്വത്തിന്റെ പ്രത്യാശയുമായവൻ ശരീരം ധരിച്ച് ഈ ഭൂമിയിലേക്ക് വന്നത് ഈ ജനത്തെ സ്നേഹിച്ചുകൊണ്ട്. പ്രൈസ് ദി ലോർഡ്. പിതാവായ ദൈവം പറഞ്ഞതുപോലെ തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് അവനെ നൽകുവാൻ തക്കവണ്ണം, ആ മന്ദിരത്തെ നൽകുവാൻ തക്കവണ്ണം, ആ ആലയത്തെ നൽകുവാൻ തക്കവണ്ണം ദൈവം നമ്മളെ സ്നേഹിച്ചു. അപ്പോൾ അവിടെ ആ ദൈവത്തിന്റെ ആലയത്തിൽ വെളിപ്പെടേണ്ടത് ഈ ഇലക്ഷനും കമ്മിറ്റിയും ഒന്നുമല്ല. ആ ദൈവത്തിന്റെ ആലയത്തിൽ അവൻ ജഡത്തിൽ വെളിപ്പെട്ടു, ആത്മാവിനാൽ നീതീകരിക്കപ്പെട്ടു, ദൂതന്മാർക്ക് പ്രത്യക്ഷനായി, ജാതികളുടെ ഇടയിൽ പ്രസംഗിക്കപ്പെട്ടു, തേജസ്സിൽ എടുക്കപ്പെട്ടു എന്നിങ്ങനെ ദൈവഭക്തിയുടെ മർമ്മം സമ്മതമാം വണ്ണം വലുതായി തന്നെ ദൈവസഭയിൽ പ്രസ്താവിക്കണം. ഏതെല്ലാം സഭയിൽ ദൈവത്തെ കർത്താവിനെ ഉയർത്തുന്നുണ്ടോ ആ സഭകളെല്ലാം എന്റെ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട സഭകളാണ്. കർത്താവ് പറഞ്ഞു, ഞാൻ ഉയർത്തപ്പെട്ടാൽ എല്ലാവരും എങ്കിലേക്ക് ആകർഷിക്കപ്പെടും. മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്ന കർത്താവായ യേശു ക്രിസ്തു ദൈവത്തിന്റെ ആലയത്തിൽ ഉയർത്തപ്പെട്ട അനേകർ കർത്താവിലേക്ക് ആകർഷിക്കപ്പെടും. പ്രൈസ് ദി ലോർഡ്. അന്ന് കർത്താവ് ചമ്മട്ടി ഉണ്ടാക്കിയെങ്കിൽ എന്നെ കേൾക്കുന്ന എൻ്റെ പഠിതാക്കളോട് ഞാൻ പറയുകയാണ്, ഇന്ന് ആലയത്തിൽ നടക്കുന്ന ബിസിനസ് എന്തെല്ലാമാണ്? രോഗസൗഖ്യം, പാരമ്പര്യത്തിന്റെ ബന്ധനം, തനി ജ്യോതിഷന്മാർ ചെയ്യുന്ന അനേക കാര്യങ്ങൾ,
ജാതികളിൽ പോലും ഇല്ലാത്ത ആചാരാനുഷ്ഠാനങ്ങൾ കടന്നുകൂടിയിരിക്കുന്നു. തനിയെ ബിസിനസ്സും വാണിഭശാലയുമാക്കിയിരിക്കുന്ന അനേകം ആലയങ്ങൾ. ദൈവസന്നിധി കണക്ക് ബോധിപ്പിക്കേണ്ട ഒരു ദിവസമുണ്ട് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവിടുന്ന് വിടുകയാണ്. 6-ാമത്തെ ആലയം നാം കാണുന്നത് മഹാപീഡനകാലത്ത് അന്നും ദൈവത്തിൻ്റെ ആലയം എന്ന പേരിൽ ആലയമുണ്ട്. അന്നും ദൈവത്തിൻ്റെ ആലയം എന്ന പേരിൽ ആലയമുണ്ട്. മഹാപീഡനകാലത്ത് എതിർ ക്രിസ്തു ഈ ഭൂമിയിൽ ഭരിക്കുന്ന 7 വർഷക്കാലം അന്നും ആലയമുണ്ടെന്നേ. പ്രൈസ് ദി ലോർഡ്. അപ്പം ആലയത്തെക്കുറിച്ചുള്ള ഒരു ധാരണ നമുക്കുണ്ടായിരിക്കണം. ആലയം എന്താണ് ആലയമെന്ന് മനസ്സിലാക്കണം. ദൈവത്താൽ സ്ഥാപിതമായത്, മരുഭൂമിയിൽ ഉയർത്തപ്പെട്ടത്, അവിടെ നിന്ന് ആരംഭിച്ച ആലയം, അത് കർത്താവിൻ്റെ ശരീരമാകുന്ന ആലയത്തിൽ അവസാനമായ സത്യത്തിലും ആത്മാവിലും ആരാധിക്കേണ്ട ആലയത്തിലേക്ക് കടന്നു വന്നു കഴിഞ്ഞപ്പോൾ പ്രതികലോർക്കണം. അതിശയമെന്ന് പറയട്ടെ, മഹാപീഡനകാലത്തും ആലയമുണ്ട്. 2 തെസ്സലോനിക്കർ 2-ാം അധ്യായം 3 മുതൽ നാം വായിക്കുമ്പോൾ ധന്യനായ പൗലോസ് പറയുകയാണ്, ആരും ഏത് വിധേനയും നിങ്ങളെ ചതിക്കരുത്. ആദ്യമേ സംഭവിക്കുന്നത് വിശ്വാസത്യാഗം സംഭവിക്കും. അപ്പൊ ഈ ലോകത്ത് ആദ്യം സഭയിൽ സംഭവിക്കാൻ പോകുന്ന വിശ്വാസത്യാഗം സംഭവിക്കും. ഭക്തിയുടെ വേഷം ധരിച്ചുകൊണ്ട് അനേകർ ബൈബിളും പിടിച്ച് നടക്കും. എന്നാൽ വിശ്വാസത്തെ സംബന്ധിച്ചിടത്തോളം അവരമ്പേ പരാജയപ്പെട്ടവരാണ്. കർത്താവ് പറഞ്ഞതുപോലെ ഞാൻ വരുമ്പോൾ വിശ്വാസം കണ്ടെത്തുമോ? പൗലോസ് ചോദിക്കുകയാണ്, നിങ്ങൾ വിശ്വാസത്തിലിരിക്കുന്നോ എന്ന് നിങ്ങളെ തന്നെ ശോധന ചെയ്യുവിൻ, നിങ്ങളെ തന്നെ പരിശോധിച്ചു നോക്കുവിൻ. അപ്പം മഹാപീഡനകാലത്ത് വിശ്വാസത്യാഗം സംഭവിക്കും. ആരും ഏത് വിധേനയും നിങ്ങൾ ചതിക്കരുത്. നാശയോഗ്യനും അധർമ്മമൂർത്തിയുമായും വെളിപ്പെട്ടു വരണം. അത് ദൈവത്തിൻ്റെ വചനമാണ്. അവനെ ഒന്നും തടുക്കുവാനും അവനുണ്ടാക്കുവാനുള്ള ആലയത്തെ തടുക്കുവാനും ഒന്നും ആർക്കും അധികാരമില്ലെന്നേ. ആ ആലയത്തിന് വേണ്ടി നമ്മൾ വഴിവെട്ടരുത്. ദുഷ്ടപിശാചിന് വേണ്ടിയിട്ട്, എതിർ ക്രിസ്തുവിന്റെ ആലയത്തിന് വേണ്ടിയിട്ട് നമ്മൾ വഴിയൊരുക്കുന്നവരാകരുത്. പീഡനകാലത്തും മഹാപീഡനകാലത്തും ഭൂമിയിൽ ആലയമുണ്ട്. അത് ദുഷ്ടന്റെ എതിർ ക്രിസ്തുവിന്റെ ആലയമാണ്. അതില് ധന്യനായ പൗലോസ് മുന്നറിയിപ്പ് തരികയാണ്, അവൻ ദൈവാലയത്തിൽ ഇരുന്നു കൊണ്ട് ദൈവമെന്ന് നടിക്കും. കണ്ടോ, അവൻ ദൈവത്തിന്റെ ആലയത്തിൽ ഇരുന്നു കൊണ്ട് നടിക്കും. നല്ല നാട്യക്കാരനാണ് പിശാച. ഈ ലോകത്തിലെ ഏറ്റവും വലിയ നാട്യക്കാരൻ പിശാചാണ്. അവൻ ദൈവമെന്ന് നടിക്കും. ഈ കേൾക്കുന്ന ഓരോരുത്തരും ചിന്തിച്ചു കൊള്ളുക, ഇന്ന് ദൈവത്തിന്റെ ആലയത്തിൽ ക്രിസ്തുവാണ് ഉയർത്തപ്പെടുന്നത്, അതോ മറ്റാരെങ്കിലുമാണ് ഉയർത്തപ്പെടുന്നത്? ക്രിസ്തുവല്ലാതെ, ക്രിസ്തുവിന്റെ മഹത്വമില്ലാതെ ആര് ഉയർത്തപ്പെട്ടാലും ആ ആലയത്തിൽ നാട്യക്കാരനെ എതിർ ക്രിസ്തു ഇരുന്നു കൊണ്ട് നടിക്കുകയാ. അവിടെ വചനമുണ്ടാകാം, സ്തോത്രമുണ്ടാകാം, ഹല്ലേലൂയ ഉണ്ടാകാം, ദശാംശമുണ്ടാകാം, സ്തോത്രക്കാഴ്ച ഉണ്ടാകാം, മറ്റെല്ലാം ഉണ്ടാകാം. പക്ഷെ പ്രത്യേകം ഓർക്കണം, ക്രിസ്തുവാണോ അവിടെ ഉയർത്തപ്പെടുന്നതെന്ന് നാം തിരുവചനപ്രകാരം ശോധന ചെയ്യണം, പരിശോധിക്കണം. അപ്പൊ അന്ത്യകാലത്ത് വെളിപ്പെടുവാനുള്ള ആലയത്തെക്കുറിച്ചും നമുക്ക് മുന്നറിയിപ്പ് തരികയാണ്. അവൻ ദൈവാലയത്തിൽ ഇരുന്നു കൊണ്ട് ദൈവമെന്ന് നടിക്കും. പിന്നെയും പറയുവാണ്, ദൈവമെന്നും പൂജാവിഷയമെന്നും പേരുള്ള സകലത്തിന്മേലും തന്നെത്താൻ ഉയർത്തുന്ന എതിരാളി അത്രേ. അപ്പോൾ എതിർ ക്രിസ്തുവിന്റെ ആലയം എന്ന് പറയുന്നത് തന്നെത്താൻ ഉയർത്തപ്പെടുന്നവനാണ്. ഇന്നും പ്രത്യേകം ഓർക്കണം, ദൈവസഭയിൽ ദൈവദാസന്മാർ തന്നെത്താൻ ഉയർത്തുന്നവരെങ്കിൽ സൂക്ഷിച്ചാൽ മതി. കർത്താവിന്റെ നാമം ഉയർത്തപ്പെടേണ്ടിടത്ത്, കർത്താവിന്റെ നാമത്തെ ഉയർത്തേണ്ടിടത്ത്, കർത്താവിന്റെ അതിപരിശുദ്ധമായ ക്രൂശിനെ ഉയർത്തേണ്ടിടത്ത്, കർത്താവിന്റെ ക്രൂശിൽ പ്രശംസിക്കേണ്ടിടത്ത്, കർത്താവിന്റെ വചനത്തെ ഉയർത്തേണ്ടിടത്ത്
അവിടെ സ്വയത്തം ഉയർന്നു വരുമ്പോൾ വിചാരിച്ചാ മതി, ദൈവമെന്ന നാട്യക്കാര് ഇന്ന് ദൈവത്തിന്റെ സഭയെ പിടിച്ചടക്കിയിരിക്കുന്നുവോ എന്ന് നാം സംശയിക്കണം. അപ്പൊ മഹാപീഡന കാലത്തും ദൈവത്തിന്റെ ആലയമുണ്ട്. എന്തിനു പറയുന്നു? 1000 ആണ്ട് ആഴ്ചയിലും ദൈവത്തിന്റെ ആലയമുണ്ട്. 1000 ആണ്ട് ആഴ്ചയിൽ. അപ്പൊ 7 വർഷത്തെ മഹാപീഡന കാലത്ത് ആലയമുണ്ട്. അതിന്റെ ദൈർഘ്യം വളരെ കുറവാണ്. സമാഗമന കൂടാരത്തിന്റെ ദൈർഘ്യം എന്ന് പറയുന്നത് 40 വർഷക്കാലമാണ്. അവരുടെ മരുപ്രയാണം. മിസ്രൈമില് അവർ ആദ്യത്തെ പെസഹ ആചരിച്ചു കഴിഞ്ഞ ക്ലാസ്സിൽ. രണ്ടാമത്തെ പെസഹ സമാഗമന കൂടാരത്തിൽ അവർ ആചരിച്ചു മരുഭൂമിയിൽ 40 സംവത്സരം. സെരുബാബേലിന്റെ ആലയവും വളരെ ചുരുക്കം സംവത്സരമേ നിലനിന്നുള്ളൂ. അതിനു മുമ്പ് അതും തകർക്കപ്പെട്ടു. പിന്നെ കർത്താവിന്റെ കാലത്ത് ഹേരോദാവിനാൽ പണി കഴിപ്പിച്ച 46 സംവത്സരം കൊണ്ട് പണിത ഈ ആലയം AD 70 ആ ആലയവും തകർക്കപ്പെട്ടു. മഹാപീഡന കാലത്ത് 7 സംവത്സരം മാത്രം നിലനിൽക്കുന്ന ഒരാലയം. 1000 ആണ്ട് വാഴ്ചയില് 1000 വർഷം നിൽക്കുന്ന കർത്താവിനെ മുഖാമുഖമായി കണ്ടാരാധിക്കുന്ന ആലയം. അപ്പോൾ ഈ ഭൂമിയില് 7 ആലയങ്ങളില് ദൈവാലയങ്ങളില് അതിൽ ഒരാലയം എതിർ ക്രിസ്തുവിന്റെ കാലത്തെ ആലയമാണ്. അത് ദൈവാലയമല്ല. ബാക്കി 6 ആലയങ്ങളെയും അല്ലെങ്കിൽ ഈ 7 ആലയങ്ങളെയും എടുത്ത് ചിന്തിച്ചാൽ ഏറ്റവും കൂടുതൽ ദൈർഘ്യമുള്ള സംവത്സരങ്ങൾ പിന്നിട്ട, പതിറ്റാണ്ടുകൾ പിന്നിട്ട ഒരാലയമുണ്ടെങ്കിൽ അത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ ശരീരമാകുന്ന സഭയാണ്. ഇന്ന് ഞാനും നിങ്ങളും സത്യത്തിലും ആത്മാവിലും ആരാധിക്കുന്ന ദൈവസഭ. 2025 വർഷക്കാലമായിട്ടും പ്രൈസ് ദി ലോർഡ് കർത്താവിന്റെ വീണ്ടും വരവിനായിട്ട് കാത്തിരിക്കുന്ന വിശുദ്ധന്മാരുടെ സഭ. കർത്താവ് പറഞ്ഞു, ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ ഇതിനെ ജയിക്കുകയില്ല. ഈ സഭയെ ഒന്നും തകർത്ത് കളയുവാൻ പിശാച് പതിയിരുന്നിട്ട് അവൻ എന്തെല്ലാം തന്ത്രങ്ങൾ ഉപയോഗിച്ചിട്ടും പണിതത് കർത്താവെങ്കിൽ. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, എന്താണ്? സത്യത്തിന്റെ തൂണും അടിസ്ഥാനവുമായി ജീവനുള്ള ദൈവത്തിന്റെ സഭയെ കാക്കുവാൻ കർത്താവ് വിശ്വസ്തനാണ്. ആ സഭയിലാണ് ഇന്ന് ഞാനും നിങ്ങളുമായിരിക്കുന്ന. എത്ര ഭാഗ്യമുള്ള ജനമാണ്. കർത്താവ് പറഞ്ഞു, ഈ മന്ദിരത്തെ പൊളിപ്പിൻ, 3 ദിവസം കൊണ്ട് ഞാൻ പണിയും. ഞാൻ പണിയുന്ന മന്ദിരം അത് പാതാള ഗോപുരങ്ങൾ ജയിക്കാത്ത മന്ദിരമാണ്. ആ മന്ദിരത്തിലാണ് ഇന്ന് ഞാനും നിങ്ങളും ഇരുന്ന് ആമീൻ പറയുന്നതെങ്കിൽ, ഞാനും നിങ്ങളും ഇരുന്ന ഒരു സ്തോത്രം പറയുന്നതെങ്കിൽ, ഞാനും ഇന്ന് നിങ്ങളും ഇരുന്നെന്ന് ആരാധിക്കുന്നതെങ്കിൽ എത്ര ഭാഗ്യജനമാണ്, എത്ര വിശുദ്ധ ജനമാണ്. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ അന്ധകാരത്തിൽ നിന്നും അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം. അപ്പോൾ 1000 ആണ്ട് വാഴ്ചയിലെ ആലയത്തെക്കുറിച്ച് 21-ാം അധ്യായം വെളിപ്പാട് 21:3 ഇതാ മനുഷ്യരോടുകൂടി ദൈവത്തിന്റെ കൂടാരം, അവൻ അവരോടുകൂടെ വസിക്കും, അവർ അവന്റെ ജനമായിരിക്കും, ദൈവം താൻ അവരുടെ ദൈവമായിരിക്കുമെന്ന് അവിടെ പറയുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പൊ കർത്താവ് പറയുകയാണ്, നിങ്ങൾ ഈ മന്ദിരം പൊളിപ്പിൻ. എന്താണ് അടയാളം? യഹൂദൻ അടയാളം അന്വേഷിക്കുന്നവനാണ്. കർത്താവിന്റെ ആലയത്തെക്കുറിച്ചുള്ള എരിവ് കർത്താവിനുണ്ടായിട്ട് കർത്താവ് ചമ്മട്ടി ഉണ്ടാക്കി. ആരെയും അടിച്ചതായിട്ട് അവിടെ പറയുന്നില്ല. കർത്താവ് കോപിച്ചതിൻ്റെ ഒരു തെളിവുമില്ല. എന്താണ്? ആലയത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ സമാഗമന കൂടാരം മരുഭൂമിയിൽ ഉയർത്തപ്പെട്ട ആലയം മുതലാ നമ്മൾ ചിന്തിച്ചു വന്നു. എന്തുകൊണ്ടാണ് ആ എരിവ് അവനെ പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ ചമ്മട്ടി ഉണ്ടാക്കുവാൻ പ്രേരിപ്പിച്ചത്? ഇവരെയെല്ലാം പുറത്താക്കി കളയുവാൻ പ്രേരിപ്പിച്ചത്? ഇവരെല്ലാം അടയാളം ചോദിച്ചപ്പോൾ ഈ ആലയം പൊളിപ്പിൻ, 3 ദിവസം കൊണ്ട് ഞാനിതിനെ പണിയുമെന്ന് പറഞ്ഞ ആ 3 ദിവസം കൊണ്ട് പൊളിച്ച് പണിത ആ മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റ ഇന്നും ജീവിക്കുന്ന ആ മഹാപുരോഹിതന്റെ മന്ദിരത്തിലാണ് ഞാനും നിങ്ങളുമായിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായത്തിന്റെ ചിന്ത ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. വരുന്ന ക്ലാസ്സിൽ നമുക്ക് 3-ാം അധ്യായത്തിൽ നിന്നും ചിന്തിക്കാം.
കർത്താവ് ഈ വചനങ്ങളാണ് നിങ്ങളെല്ലാവരും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. കണ്ണുകളടയ്ക്കാം, ഒരു നിമിഷം പ്രാർത്ഥിക്കാം. നിത്യനും പരിശുദ്ധനുമായ സ്വർഗീയ നല്ല പിതാവേ, തിരുനാമത്തിൻ്റെ മഹത്വം ഐംഗികമായ നല്ല സമയത്തിനായി കർത്താവിനെ സ്തുതിക്കുന്നു. കർത്താവെ, പ്രതികാരം റോസ് ഫാമിലി എന്ന ഈ ഫേസ്ബുക്ക് പേജിനെ ഓർക്കുന്നു. ഇതിൻ്റെ അഡ്മിനായിരിക്കുന്ന റോസ് ഫാമിലിയെ ഓർക്കുന്നു, കുടുംബത്തെ ഓർക്കുന്നു, മറ്റ് അഡ്മിന്മാരായിരിക്കുന്ന എല്ലാവരെയും ഓർക്കുന്ന കർത്താവെ, അവരെല്ലാം ദൈവം ധാരാളമായിട്ട് മാനിച്ചനുഗ്രഹിച്ച് വഴിയെടുത്തുന്ന ദൈവകൃപയ്ക്കും നന്ദി. കൽപ്പിക്കപ്പെടുന്ന വചനങ്ങൾ കർത്താവെ ലോകത്തിൻ്റെ നാനാഭാഗത്ത് അനേകർക്ക് പ്രയോജനകരമായി തീരുവാൻ പ്രൈസ് ദി ലോർഡ് കർത്താവെ, അവിടുന്ന് അത് ഉപകാരപ്രദമായി തീരുവാൻ ദൈവം സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ക്ലാസ്സിൽ റെഗുലറായി അറ്റൻഡ് ചെയ്യുന്ന അനേകരുണ്ട് കർത്താവ്, ഇവരെല്ലാം ഓർക്കുന്ന കർത്താവ്, ഇവരെല്ലാം ദൈവം ധാരാളമായി മാനിച്ചനുഗ്രഹിക്കും. ദൈവത്തിൻ്റെ വചനം മാർമികമായി മനസ്സിലാക്കി മുന്നേറുവാൻ അവരുടെ ആത്മീയ മണ്ഡലങ്ങളെല്ലാം ദൈവം മാനിച്ചനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയാതനകളെല്ലാം സമർപ്പിക്കുന്നു. ജീവൻ നൽകുന്നു ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഓക്കെ, താങ്ക് യു.